ഞങ്ങളും അങ്ങനെ വാഴ 2 കണ്ടു. പൂവാറുള്ള സൈൻ കഫേയിലാണ് ഇത്തവണ സിനിമ കാണാനായിട്ട് പോയത്. ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ഒരു റെസ്റ്റോറന്റും ഈ കാണുന്ന ഡോം ഷേപ്പിലുള്ള ചോട്ടു മഹാരാജ് എന്നറിയപ്പെടുന്ന ഒരു മൂവി ഹാളുമാണ് ഉള്ളത്. കൂടാതെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്കും ഇവിടെ ഉണ്ട്. സിനിമ കാണാൻ വരുന്നവർക്ക് സ്നാക്സ് മേടിക്കാനായിട്ട് ഒരു സ്നാക്സ് കൗണ്ടറും പുറത്തുണ്ട്. ഒരു ഗുഹ പോലെ നിർമ്മിച്ചിരിക്കുന്ന മറ്റൊരു കൺസ്ട്രക്ഷനും നമുക്കിവിടെ കാണാം. അതിന് ചുറ്റുമായിട്ട് മീന് വളർത്തുന്നതും കാണാം. അകത്തോട്ട് കയറുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഫോട്ടോ ഫോണിന്റെ ഈ പഴയ പ്രൊജക്ടറാണ്. പഴമയുടെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് ആ പ്രൊജക്ടർ മൂവി ഹാളിന്റെ ഫ്രണ്ടിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കേട്ടോ. മറ്റുള്ളിടത്തു നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടുത്തെ ടിക്കറ്റ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ കർവോട് കൂടിയുള്ള മനോഹരമായിട്ടുള്ള ഒരു ചെറിയ സ്ക്രീനാണ് അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കറുപ്പും ചുവപ്പും കലർന്ന അക്കോസ്റ്റിക്കുകളാണ് ഇഗ്ലൂവിന്റെ ഉൾവശത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഭിത്തികളിൽ എസിയും സറൗണ്ട് സ്പീക്കേഴ്സും കാണാൻ സാധിക്കും. ഹാളിന്റെ റൂഫ് ചെയ്തിരിക്കുന്നത് സർക്കസ് കൂടാരങ്ങളെ അനുസ്മരിപ്പിക്കും വിധമാണ്. ക്രിസ്റ്റിയുടെ 2K പ്രൊജക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡോൾബി 7.1 ആണ്. ഇത്തവണ സിനിമ കാണാൻ നമ്മൾ രണ്ടുപേരും മാത്രമല്ല പോയത്, ചിത്തും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിപിൻ ദാസിന്റെ രചനയിൽ സവിൻ സംവിധാനം ചെയ്ത സോഷ്യൽ മീഡിയ താരമായ ഹാഷിർ നായകനായ സിനിമയാണ് വാഴ 2. സിനിമയെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിനേക്കാളും മികച്ച രീതിയിലാണ് സെക്കൻഡ് പാർട്ട് എടുത്തിരിക്കുന്നത്. ചെറുപ്പക്കാരെയും മുതിർന്നവരെയും ഒരുപോലെ പിടിച്ചിരുത്തുന്ന സിനിമയാണ് വാഴ 2. ഈ സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സും അവരവരുടെ ഭാഗം നല്ല ഭംഗിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കോമഡിക്ക് പുറമെ സെന്റിമെന്റ്സിനും വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള സിനിമയാണ് വാഴ 2. ഇതിലെ ചില സീനുകൾ നമ്മളെ വളരെയധികം ഇമോഷണലി കണക്ട് ചെയ്യുന്നതാണ്. ഈ സിനിമയിലെ ഒരു സീനെത്തിയപ്പോ അറിയാതെ എന്റെ കണ്ണ് നനഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള സിനിമകളെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. പ്രധാനമായും 4 ചെറുപ്പക്കാരുടെ ജീവിത കഥ പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർക്ക് ഈ സിനിമ പെട്ടെന്ന് കണക്ട് ആവും. മികച്ച കളക്ഷൻ നേടി ഈ സിനിമ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇന്നത്തേക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.